നമോവാകം വേടൻ്റെ ഒരു പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പോകുന്നു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേടൻ്റെ ഒരു പാട്ട് മാത്രം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല. വേടൻ്റെ ജീവിതം തന്നെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജീവിത വിജയം നേടണം, അല്ലെങ്കിൽ എങ്ങനെയും പണം സമ്പാദിക്കണം എന്നുള്ളവർക്ക് ഒരു ഉത്തമ മാതൃകയാണ് വേടൻ്റെ ജീവിതം, അല്ലേ? എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വേടൻ എന്ന് പറഞ്ഞ വ്യക്തി നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്നുണ്ട്, ജീവിതത്തിൽ നല്ല വിജയം നേടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മാതൃകയാക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? അതായത് എങ്ങനെയും പണം സമ്പാദിക്കണം, കാശുകാരനാകണം എന്നുള്ളവർക്ക് ശരിയല്ലേ? അല്ലാതെ കണ്ട് നിങ്ങളുടെ കുട്ടികളെ വലിയ എൻജിനീയറിങ്ങോ മറ്റോ പഠിപ്പിച്ചിട്ട് എന്താണ് കാര്യം? നമ്മുടെ കേരളത്തിൽ എൻജിനീയറിങ് പഠിച്ച് പാസ്സായിട്ട്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് പാസ്സായിട്ട് ഇറങ്ങിയിട്ട് എന്ത് കാര്യം? ഇവിടെ എന്തെങ്കിലും വ്യവസായ സംരംഭമോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഉള്ള വ്യവസായ സംരംഭം എങ്ങനെ പൂട്ടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വലിയ റിസർച്ച് നടത്തുന്ന ആളുകളാണ് ഇവിടെയുള്ള പാർട്ടിക്കാർ. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് കാലഘട്ടത്തിൽ എങ്ങനെ ജീവിത വിജയം നേടാൻ സാധിക്കും? അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, വേടൻ ഒരു കലാകാരനാണല്ലോ, എന്നാൽ കുറച്ച് കലാപരമായ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചേക്കാം എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കണ്ട പോലെ ശാസ്ത്രീയ സംഗീതം, അല്ല ശാസ്ത്രീയ നൃത്തം, അല്ല കുറേ ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ തബല, ഹാർമോണിയം, വയലിൻ പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, അല്ലെങ്കിൽ ചിത്രരചന, ഇങ്ങനെയുള്ള കലകളൊന്നും പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ശാസ്ത്രീയ സംഗീതമൊക്കെ അതുപോലെ സ്വരങ്ങളും കാര്യങ്ങളുമൊക്കെ അരച്ച് കലക്കി മനഃപ്പാടമാക്കി വന്ന് പാടിയ കുറേ കുട്ടികളുണ്ട്. ടോപ്പ് സിംഗർ എന്ന് പറയും ആ പ്രോഗ്രാമിൻ്റെ പേരിൽ. ഈ ടോപ്പ് സിംഗറിൽ എത്ര സീസൺ കഴിഞ്ഞു പോയി, എത്ര കുട്ടികൾ വന്ന് പാട്ട് പാടി. ഇവരെ ആ ഒരു സമയത്ത് അറിയാം എന്നുള്ളതല്ലാതെ അതിന് ശേഷം ഇവരെവിടെ ജീവിത വിജയം നേടി ചിന്തിച്ചിട്ടുണ്ടോ? അവർ വന്നു പാട്ട് പാടി, ആ സമയത്ത് അവരെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതോടുകൂടി കഴിഞ്ഞു. അതേസമയം വേടനെയൊക്കെ പോലെ നല്ല ടോപ്പ് ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ശാസ്ത്രീയ സംഗീതം, ക്ലാസിക്കൽ ഡാൻസ്, കാരണം ഇൻസ്ട്രുമെൻറ്റ്സ്, തബല പോലുള്ള അല്ല വയലിൻ പോലുള്ളതൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും വേടനെ പോലെയുള്ള ഒരാളെ മാതൃകയാക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇനി ഈ പാഠ്യപദ്ധതിയിൽ ബോൾഡ് ലെറ്ററിൽ അണ്ടർലൈൻ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതാണ് വിനയം. അതായത് കോടികൾ കിടന്ന് മറിയുക നിങ്ങളുടെ കൈ കിടന്നുകൊണ്ട്, കോടികളുടെ മേളിലാണ് നിങ്ങൾ തല വെച്ച് കിടന്ന് ഉറങ്ങുന്നത്. എന്നിരുന്നാലും നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഒരു ഇൻ്റർവ്യൂവിന് പോയോ, നിങ്ങളുടെ സ്ഥായി ഭാവം ഇതായിരിക്കണം. എന്നാ ചെയ്യാനാ, ഞാനൊക്കെ കുറേ അനുഭവിച്ചു, ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുമോ. ഞാൻ എന്തുമാത്രം പാടുപെടുന്നുണ്ടെന്നറിയോ? എന്നെ ഇപ്പോഴും ആളുകൾ കളിയാക്കിക്കൊണ്ടിരിക്കുക. ഏത്? നിങ്ങൾ വിജയിച്ചു, നിങ്ങളെ വിജയിപ്പിച്ചവരുടെ കൂട്ടത്തിൽ സവർണരുണ്ട്, അവർണരുണ്ട്, ലോകത്തുള്ള സകല ആളുകളുമുണ്ട്. എന്നിരുന്നാലും ഈ സാധനം വിടാൻ പാടില്ല. വിട്ടോ തീരുമാനമാവും, പുറത്തോട്ടിറങ്ങി അന്നേരം അഭിനയിച്ചണം. എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കില്ലേ, ഒരു പാവാഞ്ഞ്. ഈ ഒരു സാധനം എപ്പോഴും മുഖത്ത് വേണം. പിന്നെ ഈ ജാതി വെച്ചുള്ള കളിയിൽ നിങ്ങളൊരു അടിത്തറ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് കേസിൽ പെട്ടെന്ന് പറഞ്ഞാലും, സ്വപ്പം കഞ്ചാവ് വലിച്ചെന്ന് പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ ഒരുപാട് പേര് നിങ്ങളുടെ പുറകെ വരും. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ എന്താണ് കുഴപ്പം? മനസ്സിലായോ? കാശിന് കാശ് തന്നെ വേണ്ടേ? അല്ലാതെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറേ ക്ലാസിക്കൽ പാട്ടും അല്ല കുറേ ക്ലാസിക്കൽ ഡാൻസും ഒക്കെ കളിച്ചിട്ട്, അല്ലെങ്കിൽ വലിയ കഥകളിയോ കുച്ചിപ്പുടിയോ അങ്ങനെയൊക്കെയുള്ള ചുമ്മാ ആഴ്ചയില്ല. അതൊക്കെ ഈസി അല്ലേ? അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ ഈ ശാസ്ത്രീയ സംഗീതം പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് റാപ്പൊക്കെ അല്ലേ ഏറ്റവും പാടുള്ള കാര്യം. അപ്പോൾ അത് എങ്ങനെയെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങൾ, ജാതിക്കാട് പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം പഠിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ? കുട്ടികൾ പഠിക്കട്ടെ, പഠിച്ച് വളരട്ടെ.